ഹലോ, ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീ ശ്യാം. അദ്ദേഹം 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം മാത്രമുള്ളുവെങ്കിലും സ്വന്തമായി ഒരു വ്യവസായ യൂണിറ്റ് സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം സ്വന്തമായ ഐഡിയയിൽ സ്വന്തമായി ഒരു പുതിയ മെഷീൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് സ്വന്തമായി ഉണ്ടാക്കി ആ മെഷീൻ ഉപയോഗിച്ചാണ് പുതിയ ഒരിനം കെട്ടിട നിർമ്മാണത്തിനുള്ള മണ്ണ് കൊണ്ടുള്ള ഇഷ്ടിക, അതായത് വെട്ടുകല്ലിനേക്കാൾ വളരെയധികം ശക്തി കൂടിയ അതേ വലിപ്പത്തിലുള്ള ഒരു ഇഷ്ടിക അദ്ദേഹം സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കുകയാണ്. അത് സ്വന്തമായി നിർമ്മിച്ച മെഷീനറി ഉപയോഗിച്ചാണ്. അപ്പം മാത്രമല്ല, അദ്ദേഹത്തിന് ഇനി പുതിയ മെഷീനുകൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുവാനായിട്ടും പുതിയൊരു യൂണിറ്റ് തുടങ്ങുവാനായിട്ട്, മെഷീനറി നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ പുതിയ എൻജിനീയർമാർക്ക്, മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞവർക്കോ പലർക്കും സാധിക്കാത്തൊരു കാര്യം, അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള ശ്യാമിന് ഒരു മെഷീൻ നിർമ്മിക്കാനും പുതിയ മെഷീനറികൾ ഉണ്ടാക്കാനുമുള്ള ഐഡിയ ഉണ്ടായി. പുതിയ സംരംഭം സ്വന്തമായി തുടങ്ങി, ഇനിയും പുതിയ സംരംഭം തുടങ്ങാൻ പോകുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ശ്യാമിൻ്റെ ഈ വ്യവസായ യൂണിറ്റ് തുടങ്ങാനുള്ള പ്രചോദനം എന്താണ്? അവർക്ക് സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ജോലിക്ക്, ഒരു തൊഴിലിനും പോകാനായിട്ട് ശ്രമിച്ചോ? അതോ അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറേ നാളായിട്ട് വണ്ടി പരിപാടിയിലായിരുന്നു. അതായത് കുറേ നാൾ ചെറിയ കൊറിയർ സർവീസിൻ്റെ വാഹനങ്ങളിൽ, അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ചെറിയ വാഹനങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് ഒരു 6 കൊല്ലത്തോളം ഒരു ടിപ്പർ എടുത്തിട്ട് അതിൻ്റെ പരിപാടിയായിട്ട് നടക്കുമായിരുന്നു. അപ്പം ഇപ്പോൾ ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചെങ്കല്ല് നല്ലപോലെ കിട്ടുമായിരുന്നു. ഇപ്പം പിന്നീട് ഇതിൻ്റെ ഒരു ജോലിക്ക് സ്വന്തമായിട്ട് ഒരു വ്യവസായം തുടങ്ങാനുള്ള ആശയം പഞ്ചായത്താണ്. അതിപ്പോൾ ഈ നമ്മുടെ ഈ പ്രസ്ഥാനം, വണ്ടിയുടെ ഒരു പ്രസ്ഥാനം ഇപ്പോൾ വളരെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ സംരംഭം തുടങ്ങിയാലാണ്. അത് ഇന്റർലോക്കിംഗ് പരിപാടിയാണ് തുടങ്ങിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം തോന്നുന്നത്. അപ്പം അത് പലരോടും തിരക്കിയപ്പോഴത്തേക്ക് മണ്ണുകൊണ്ടുള്ള ഇന്റർലോക്ക് കെട്ടാം. അപ്പം അതിനിപ്പോൾ പലർക്കും അത് പിന്നോട്ട് പോയി. പലർക്കും അതിനോട് താല്പര്യം ഇല്ലാത്തൊരവസ്ഥയായി. കാരണം ഇപ്പം ഈ പലരും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിടം പണിയാനായിട്ട് പഴുതാര കയറി പോകും, അല്ലെങ്കിൽ അതിന് ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ബലം കിട്ടുമോ, എന്തെങ്കിലും ഭൂമികളൊക്കെ പോലുള്ള മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും താങ്ങി നിന്നുവോ. പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്റർലോക്കിംഗ് ബ്രിക്സ് അടിക്കേണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചെറിയ ഫിനിഷിങ്ങിന് വേണ്ടി ചെറിയ കെമിക്കൽസ് ഒക്കെ ചേർക്കുമായിരുന്നു. അപ്പം ഫിനിഷിങ് ഉള്ള ഭാഗം പിന്നീട് 2-8 കൊല്ലത്തിന് ശേഷം അത് പൊളിഞ്ഞു പോകും. അപ്പോൾ പൊളിഞ്ഞു പോയതിന് ശേഷം പിന്നീട് ആളുകൾ അത് തേച്ചാണ് ഉപയോഗിച്ചത്. അപ്പം അന്നേരം ആൾക്കാർക്ക് അതിനോടുള്ളൊരു വിശ്വാസം പോയി. ഇപ്പോൾ അതടിക്കുന്നത് നല്ലപോലെ അതിൻ്റെ ഭാഗത്തിന് സിമെൻറ്റ് ചേർത്ത് നല്ല രീതിയിലാണ് അടിക്കുക. എന്നാലും ആൾക്കാർക്കുള്ള ആ ഒരു വിശ്വാസം ആ ഒരു സമയത്ത് പോയി. പിന്നെ എന്ത് സാധനമാണെങ്കിലും അത് ചുമ്മാതെ വിൽക്കണേക്കാളും നല്ലത്, ലോക്ക് ചെയ്ത് പോകണേക്കാളും നല്ലത് തേച്ച് ഉപയോഗിക്കണതന്നെയാണ്. സിമെന്റ് ഇട്ട് പണിയാന്നുള്ളതാണ് അത് ഏറ്റവും വൃത്തിക്ക് ഉറപ്പ്. അതിപ്പോ അതുകൊണ്ടാണ് ഈ ലോക്കൊക്കെ ഒഴിവാക്കി നമുക്കൊരു പുതിയ രീതിയിലേക്ക് ചെങ്കലിന് പകരം ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആശയം. ഇതിൻ്റെ സിമെന്റ് കെട്ടൊക്കെ ഒരു റേറ്റ് കുറവായിരുന്നു. 20-22 രൂപയൊക്കെ ആയിരുന്നു ഒരു 2 കൊല്ലം മുമ്പുള്ള സമയത്തൊക്കെ. അപ്പം അന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ആശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ വിലയായിട്ട് താരതമ്യം ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കട്ട ഇപ്പോൾ ഒരു പുതിയൊരു സംഭവം കൂടി ആയത് കാരണം പെട്ടെന്ന് 3000 എല്ലാം നമ്മൾ റേറ്റ് കൊടുത്താൽ നമുക്ക് നഷ്ടവും വരും. പിന്നീട് ഇപ്പോൾ ഒരു കൊല്ലത്തിനിടക്ക് സിമെന്റ് കട്ടൊക്കെ മെറ്റൽപ്പൊടിക്ക് വില കൂടിയപ്പോൾ സിമെന്റ് കട്ടൊക്കെ വില കൂടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ചെയ്യാനുള്ളൊരു താല്പര്യമായിട്ട് ഞാൻ ലോൺ എടുത്ത് അങ്ങനെ ഒരു അല്ല, ഈ പുതിയ മണ്ണുകൊണ്ടുള്ള ഈ കട്ട
എന്ന് പറയുന്നത് എന്താണ് മറ്റേത് ലോക്ക് കട്ടയുമായിട്ടുള്ള വ്യത്യാസം? ലോക്ക് കട്ടയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രക്രിയ എന്താണ്? ഇവന് നമ്മൾ സാധാരണ മണ്ണ് പൊടിച്ചെടുത്തിട്ട് സാധാരണ മണ്ണ് ഈ പൊടിച്ചെടുക്കും. നമ്മൾ ഈ പൂഴിയില്ലേ, ചെങ്കൽ പൂഴി അല്ലെങ്കിൽ മറ്റേതരം ചുമന്ന പൂഴിയാണോന്നുള്ളൂ. വെള്ളപ്പൂഴിക്ക് കുഴപ്പമില്ല, ചങ്ങനം കൂടി ഉറപ്പ് കുറവായിരിക്കും. അങ്ങനെ മണ്ണ് നമ്മൾ പൊടിച്ചെടുക്കും. കുഴപ്പമില്ല, എന്തോരം കല്ലുള്ള ആളല്ല മെഷീനിലേക്ക് ഇടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ മെറ്റൽ പൊടി പോലെ പൊടിഞ്ഞു കിട്ടും. അപ്പൊ ആദ്യത്തെ മെഷീനിനകത്ത് കരിങ്കല്ല് കല്ലുള്ളതാണേലും ഇല്ലാത്തതാണേലും ആ പൂഴി ഇട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് അതിന് നമ്മൾ സിമന്റുമായിട്ട് മിക്സർ മെഷീനിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. എന്തോരം സിമന്റ് ചേർക്കും? ഒരു കട്ടയ്ക്ക് 1 കിലോ എന്ന അനുപാതത്തിലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ 1 കട്ടയ്ക്ക് 1 കിലോ സിമെന്റ് ചേർത്ത് ഈ പൊടിച്ചെടുത്ത മണ്ണും ഈ 1 കിലോ സിമെന്റും കൂടെ ചേർത്ത് മിക്സർ മെഷീനിൽ മിക്സ് ചെയ്ത് കുഴച്ച് നല്ലൊരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ അതിന് ഹൈഡ്രോളിക്കിന്റെ പ്രസ്സിംഗ് മെഷീനിലേക്ക് ഇടുവാണ്. 21 ഇഞ്ച് ഡൈയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് 10.5 ഇഞ്ച് ആയിട്ട് പ്രസ് ചെയ്ത് വെക്കും. 21 ഇഞ്ചിന്റെ ഡൈയിലേക്ക് മണ്ണ് ഇട്ടിട്ട് നമ്മളെ നേരെ പ്രസ് ചെയ്ത് ശക്തി കൊണ്ട് 10.5 ഇഞ്ചിലേക്ക് കൊടുക്കും. നേരെ പകുതിയായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. അല്ല 10.5 ഇഞ്ച് എന്നുള്ളത് 12 ഇഞ്ച് ആക്കിയാൽ എന്താ കുഴപ്പം? 12 ഇഞ്ച് ആക്കണേന് കുഴപ്പമില്ല. ഇപ്പൊ പണിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സ്വല്പം നീളം കുറച്ച് നമ്മളെ വെയിറ്റ് കൂടുതൽ നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം പണി സ്പീഡായി നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നീളം 10.5 ഇഞ്ച് 12 ഇഞ്ചോ 13 ഇഞ്ചോ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മോൾഡിന് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയാൽ മതി. പിന്നെ കുറച്ചും കൂടി ഒക്കെ ഒരു 10 വ്യത്യാസം വരുത്തേണ്ടി വരും. ശരി. അപ്പൊ ഈ മെഷീൻ ഉണ്ടാകും, ഇങ്ങനൊരു മെഷീൻ ഇങ്ങനെയൊരു കട്ടയും ഇല്ലായിരുന്നു. അപ്പൊ ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമായി കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ആശയം തോന്നി, അത് ചെയ്ത് നോക്കി. അപ്പൊ മെഷീൻ എങ്ങനെ ഉണ്ടാകും? അതിനു മുമ്പ് ഇങ്ങനെ ഒരു മെഷീൻ ഇല്ലല്ലോ. ഇന്റർലോക്കിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു കട്ട അടിക്കുന്ന മെഷീനാണ്. ആ മെഷീൻ കൊണ്ട് നമുക്ക് ശരാശരി 250-300 കട്ടയ്ക്കുള്ളിൽ അടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അടിച്ച് നമുക്ക് ലേബർ കാശ് കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കട്ട ഒരിക്കലും ഒരു 30 രൂപയ്ക്ക് പോലും കൊടുത്താൽ മുതലാകത്തില്ല. അപ്പോഴാണ് നമ്മളൊന്ന് മാറി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് 2 കട്ട അടിക്കാൻ പറ്റുമോ. അങ്ങനെ നമ്മൾ നോക്കിയത് വിജയിച്ചു. ഇപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമുക്ക് മെഷീൻ ഉണ്ടാക്കാനുള്ള എന്നാ പശ്ചാത്തലമുണ്ട്? മെഷീൻ ഉണ്ടാക്കാനായിട്ട് സ്വന്തമായിട്ട് അതിനുള്ള വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല, പക്ഷെ സ്വന്തമായി ഒരു മെഷീൻ ഉണ്ടാക്കാനുള്ള ധൈര്യം എങ്ങനെ വരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആദ്യം നമ്മളൊരു ടിപ്പറുമായിട്ട് ഇറങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു യന്ത്രങ്ങളെ കുറിച്ചും അത് ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് അതിന് താല്പര്യം ചെറുപ്പത്തിലേ ഉണ്ട്. അതുണ്ട്. അത് നമുക്ക് ഒരു എന്ത് വസ്തുവാണെങ്കിൽ അയച്ചാണ് റിപ്പയർ ചെയ്താൽ അത് ശരിയാവും. നമ്മൾ കാൽക്കുലേഷൻ അത് ഒരു 90% ശരിയായ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആത്മവിശ്വാസം കൂടുതലാണ്. അപ്പൊ ഏത് ഉണ്ടാക്കാമെന്നുള്ള ഒരു മനസ്സിൽ വിശ്വാസമുണ്ട്. ഇപ്പൊ എന്ത് സാധനം ഏത് വസ്തുവാണെങ്കിലും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 95%. ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ നമുക്കത് 75%-ലാവുമായിരിക്കും. എന്നിട്ടല്ല അത് പിന്നീട് നമ്മളെ അടുത്ത സ്റ്റെപ്പ് നീങ്ങുമ്പോഴത്തേക്ക് നമ്മൾ 100% ഉറപ്പാക്കും. അപ്പൊ അങ്ങനെ മെഷീൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി, അത് പൊടിക്കുന്ന മെഷീനും മറ്റ് ഇത് പ്രസ് ചെയ്യുന്ന ഹൈഡ്രോളിക് മെഷീനും സ്വന്തമായിട്ടുണ്ടാക്കി, അതുപയോഗിച്ച് മണ്ണ് ഒരു വ്യവസായ യൂണിറ്റ് തുടങ്ങി മണ്ണ് അടിച്ച് ആ മണ്ണുകൊണ്ട് കട്ട ഉണ്ടാക്കി ആ കട്ട 1 വർഷമായിട്ട് വിറ്റ് വരുന്നു അല്ലേ? 1 വർഷമായിട്ട് വിറ്റ്. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ചിലവ് കുറവായിരുന്നു. എന്നാൽ ഒരു പുതിയൊരു സംരംഭം ആൾക്കാർക്ക് പരിചയമില്ലായിരുന്നു. പിന്നീട് ഞാനതിൻ്റെ ടെസ്റ്റ് ചെയ്ത് എറണാകുളത്ത് കൊണ്ടുപോയി ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണ ലാബിൽ സർക്കാരിൻ്റെ സ്ഥാപനമാണ്. അവിടെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കാണിച്ചതിന് ശേഷമാണ് ആളുകൾ അതെടുത്ത് വീട് വന്നത്. അതായത് ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ കട്ട വെട്ടുകല്ലുമായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട്? വെട്ടുകല്ലുമായിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉദാഹരണം പറയുകയാണ്, വെട്ടുകല്ല് ഒരു 8 ടണ്ണോളം ലോഡ് പിടിച്ചപ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോയി. അത് നമ്മുടെ കട്ട അതൊരു 20 മുതൽ 30 ടൺ വരെ. അതായത് ഈ മണ്ണിൻ്റെ അകത്ത് ഈ നൈസ് പൊടിയുടെ അംശം കുറവാണ്. അപ്പൊ അതിൽ നമുക്ക് കണ്ണ് ബില്ല് ചെയ്ത് പോകാനായിട്ട് നമ്മൾ സ്വല്പം ഫ്ലൈ ആഷും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തു. സിമെന്റ് 1 കിലോ ചേർക്കുമ്പോൾ 1/2 കിലോ ഫ്ലൈ ആഷും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണടക്കും. അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 20 ടണ്ണ് ലോഡ് പിടിച്ച കട്ട നേരെ 30 ടണ്ണിലേക്ക് മാറും. മണ്ണും 1 കിലോ സിമെന്റും കൂടെ മാത്രം ഉള്ളായിരുന്നപ്പോൾ 20 ടൺ ലോഡ്. അപ്പൊ വെട്ടുകല്ല് 8 ടൺ ലോഡ് പിടിച്ച സ്ഥാനത്ത് ഇതേ മണ്ണും ഈ
1 കിലോ സിമെൻറ്റും കൂടെ ചേർത്ത് 20 ടൺ ലോഡ്, അതായത് ഇരട്ടിയിൽ കൂടുതൽ ലോഡ് പിടിച്ചു. അതിനകത്ത് വീണ്ടും ഇച്ചിരി ഫ്ലൈ ആഷ്, ഒരു കട്ടയ്ക്ക് 1/2 കിലോ, 1/2 കിലോ, ഒരു കട്ടയ്ക്ക് 1/2 കിലോ ഫ്ലൈ ആഷ് ചേർത്തപ്പോൾ ഇതിനകത്ത് ചെറിയ വിടവുകളെല്ലാം അടഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് 30 ടൺ ലോഡ് വരെ ഒരു കട്ട കൊണ്ട് പിടിച്ചു. നമുക്ക് സിമെന്റിന്റെ അളവ് കുറച്ചുകൂടി കൂട്ടിയാലും സിമെന്റിന്റെ അളവ് കുറച്ചുകൂടി കൂട്ടിയാലും ഈ ടണ്ണയും വ്യത്യാസം വരും. അപ്പൊ അത്രയും ലോഡ് പിടിക്കേണ്ട ആവശ്യമില്ല. സ്ട്രെങ്ത് മതി, യഥാർത്ഥത്തിൽ ധാരാളമാണ്. പിന്നെ ഒരു 20 കൂടുതലാണ്. പക്ഷേ അവർക്ക് വെട്ടിയാ പൊട്ടോ മുറിയോ എന്നൊക്കെ പേടി കാരണമാണ്. ശരിയാണ്. അപ്പോൾ വെട്ടുകല്ലിനേക്കാൾ ശക്തമായ, എന്നാൽ വെട്ടുകല്ലിന്റെ തണുപ്പ് ഗുണവും ഇതിന് കിട്ടുമോ പൂർണ്ണമായിട്ടും? പിന്നെ പൂർണ്ണമായിട്ടും കിട്ടും. മണ്ണെന്ന് പറയുന്ന വസ്തു ഒരിക്കലും ചൂടിനെ ഉള്ളിലേക്ക് വലിക്കത്തില്ല. അതായത് റിജക്റ്റ് ചെയ്ത് പോവുകയാണ്. ചിലപ്പം നമ്മളെ കട്ടയിൽ തട്ടിക്കഴിഞ്ഞാൽ ചൂട് റിജക്റ്റ് ചെയ്ത് പോകും. സിമെന്റ് കട്ട എന്ന് പറയുമ്പോഴത്തേക്ക് മെറ്റൽ പൊടിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ആ സാഹചര്യത്തിലേക്ക് ചൂട് ഉള്ളിലേക്ക് വലിച്ച് നമ്മുടെ റൂമിനുള്ളിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റൂമിനുള്ളിൽ എപ്പോഴും ഒരു ചെറിയ താപനില കൂടുതൽ വരുന്നത് സിമെന്റ് കട്ട യൂസ് ചെയ്യാൻ നേരത്ത്. അത് ചെങ്കല്ലും ചൂടുകട്ടയാണെങ്കിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 90% കുറവായിരിക്കും ചൂട്. അപ്പൊ ചൂട് കുറയുന്നു. വെട്ടുകല്ലിനെ അപേക്ഷിച്ചുള്ള ഗുണം വേറെ എന്താണ്? ചെങ്കല്ലിനെ അപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെതല് കയറി പോകത്തില്ല. പിന്നെ ചെങ്കല്ലിൻ്റെ ഇടക്കൂടി കണ്ണെന്ന് നമ്മുടെ ഈ ഭാഗത്താണ്, ഈ കോട്ടയം എറണാകുളം ഭാഗത്തുകളാണ്. ഈ കണ്ണൂർ സൈഡിലേക്കുള്ള കല്ലിന് പ്രശ്നങ്ങളില്ല. അതിന് ഈ കണ്ണെന്ന് പറയുന്ന സാധനങ്ങളേ ഇല്ല. ഇത് നക്കോളിന് പോലെ കണ്ണെന്ന് പറയുന്ന സംഭവം. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള ചെങ്കല്ലിന് സ്ട്രോങ് അല്ലാത്തത്. എന്നാൽ നേരെ മറിച്ച് ഈ കോഴിക്കോട് കണ്ണൂർ സൈഡിലൊക്കെ അവിടെ എല്ലാ കല്ലും അങ്ങനെയല്ല. എന്നാലും അവിടെ കാണുന്ന ഒരു 50-70% കല്ലിന് ലോഡ് പിടിക്കാനുള്ള ഇത് കൂടുതലാണ്. അപ്പം ഈ വെട്ടുകല്ല് ഇതുപോലത്തെ ഈ കട്ട കൊണ്ട് ഉപയോഗിച്ച് പണിതാലുള്ള ഗുണമെന്ന് പറയുന്നത് ഫിനിഷിങ് കൂടുതലുണ്ട്. അതായത് സിമെന്റ് ഇഷ്ടിക പോലെ തന്നെയുള്ള ഫിനിഷിങ് കിട്ടും. ഫിനിഷിങ് ഉണ്ട്. വെട്ടുകല്ലിൻ്റെതായ തണുപ്പ് കിട്ടും. വെട്ടുകല്ലിനേക്കാളും ഉറപ്പുണ്ട്. സിമെന്റ് തേച്ച് പണിയാം. സിമെന്റ് തേച്ച് ഫിനിഷ് ചെയ്യാം. പിന്നെ വിലയോ? വില സിമെന്റ് കട്ടയിലേക്കാളും കുറച്ചാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 28 രൂപ 27 രൂപയ്ക്കൊക്കെ കട്ട കൊടുക്കുന്നുണ്ട്. അപ്പൊ സിമെന്റ് കട്ട 32 രൂപ വിലയുണ്ട്. ആ സ്ഥലത്ത് 28 രൂപ കൊടുക്കുന്നു. അപ്പൊ അതാണ് ഒന്നാമത്തെ ഘട്ടം. ഒന്നാമത്തെ ഘട്ടത്തിൽ ശ്യാമ സ്വന്തമായ ഒരു യൂണിറ്റ് മെഷീൻ ഉണ്ടാക്കി യൂണിറ്റ് തുടങ്ങി സിമെന്റ് മണ്ണുകൊണ്ടുള്ള കട്ട, അതായത് മണ്ണെടുക്കുന്ന ആ മണ്ണ് പൊടിച്ച് അതുകൊണ്ട് കട്ട ഉണ്ടാക്കി വിറ്റ് യൂണിറ്റ് തുടങ്ങി. ആ യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്ത് സ്വന്തമായി മെഷീൻ ഉണ്ടാക്കിയതുപോലെ പുതിയ മെഷീനുകൾ അദ്ദേഹം ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു വ്യവസായ യൂണിറ്റ് തുടങ്ങുകയാണ്. ഓൾറെഡി അദ്ദേഹം മറ്റൊരു മെഷീൻ, ഇതേ മെഷീൻ തന്നെ പരിഷ്കരിച്ച് ഉണ്ടാക്കി മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ മെഷീനറികൾ ഉണ്ടാക്കുവാനായിട്ട് അദ്ദേഹം പുതിയൊരു വ്യവസായ യൂണിറ്റ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ മെഷീനറികൾ ഇതുപോലത്തെ മണ്ണുകൊണ്ടുള്ള കട്ട ഉണ്ടാക്കുന്ന പ്രത്യേക രീതിയിലുള്ള ഈ മെഷീൻ, ആ മെഷീൻ അദ്ദേഹം ഉണ്ടാക്കി നൽകും. ഏകദേശം എത്ര രൂപ വരും അതേ മെഷീന്? നമ്മൾ പ്രസ്സിങ് മെഷീനാണ് ഇതിന് വെച്ച് ചിലപ്പം വില കൂടുതൽ വരുന്നത്. അതിനൊരു 4.5 ലക്ഷം രൂപയോളം വില വരും. 4-5 ലക്ഷം രൂപയോളം വില വരും. അത് അതിൻ്റെ മോഡൽ പവർ കൂടിയതാകുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപ വരും. സ്വല്പം കൂടിയൊക്കെ കുറഞ്ഞ ടൈപ്പ് ആണെങ്കിൽ 4.5 ലക്ഷം രൂപയൊക്കെ വരും. മറ്റേ പൊടിക്കുന്ന മെഷീന് ഒരു 1.5 ലക്ഷം രൂപ റേഞ്ച് വരും. അത് ടാക്സിൻ്റെ ഇതൊന്നും നമുക്ക് നിലവിലായിട്ടില്ല. അപ്പോൾ 5-6 ലക്ഷം രൂപയാണ് ടാക്സ് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഈ 2 മെഷീനും കൂടെ നല്ല നിലയിൽ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴത്തെ വിലയിൽ ആയിട്ട് പറയുന്നത്. അതിൻ്റെ കൂടെ ടാക്സും വരും. ഒരു വർഷത്തെ ഗ്യാരണ്ടിയും ഇപ്പോൾ 1 വർഷത്തെ ഗ്യാരണ്ടി നൽകുന്നതാണ്. പക്ഷേ ഈ മെഷീന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധ്യതയുള്ളത് കേരളത്തിലേക്കാളും സാധ്യതയുള്ളത് കേരളത്തിന് പുറത്താണ്. അവിടെ കൂടുതൽ ഉപയോഗിക്കുന്ന സിമെന്റ് കട്ട ഉപയോഗിക്കാറില്ലെന്നും അല്ലേ? മണ്ണ് കൊണ്ടുള്ള ഈ പല ചുടുകട്ട മാത്രമാണ് അപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് ആസാമിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഓർഡർ അനുസരിച്ച് പണിത് കൊടുക്കാനായിട്ട് ചില ലൈസൻസും കാര്യങ്ങൾക്കും വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ശ്യാം ഇപ്പോൾ.
അതുകൊണ്ട് ഞാൻ ഈ ശ്യാമിൻ്റെ മെഷീനറിയും അദ്ദേഹത്തിന് പൊടിക്കുന്ന സംവിധാനവും ആ മെഷീനുകളും കൂടെ കാണിച്ച് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓർക്കുക, അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള ശ്യാമിന് ഇത്രയേറെ ഒരു നല്ല ഒരു വ്യവസായ യൂണിറ്റ് ഇനിയും വലിയ വലിയ സാധ്യതകളാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ളത്. ഇനി ശ്യാമിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണ് പുതിയ പദ്ധതി എന്ന് ഉദ്ദേശിക്കുന്നത്? ഹൈഡ്രോളിക്കിൻ്റെ തന്നെ പല രീതിയിലുള്ള മെഷീൻസും അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ മെഷീൻസും ചെയ്യാൻ സാധ്യമായ മെഷീൻസൊക്കെ. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ ഏതൊക്കെ? നമുക്ക് ഉദാഹരണത്തിന് ഈ ചെറിയ JCB ഹിറ്റാച്ചി പോലുള്ള മെഷീനറികളൊക്കെ നമ്മൾ സാധാരണ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഉത്പാദിപ്പിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പം JCBയുടെ ചെറിയ പതിപ്പ്, ഹിറ്റാച്ചിയുടെ JCBയുടെ ചെറിയ പതിപ്പുകൾ ഉണ്ടാക്കാനായിട്ടൊരു പ്ലാനുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇത് എത്രത്തോളം 100% സക്സസ് ആകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടുകൂടി തന്നെ പോകണം. പിന്നെ അത് ഉറപ്പാണ്. അപ്പം JCB, ഹിറ്റാച്ചി, പിന്നെ അതിൻ്റെ ചെറിയ മോഡലുകൾ, പിന്നെ നമുക്ക് അത് ചിലവ് കുറച്ച് കൊടുക്കാൻ പറ്റണം. 20-25 ലക്ഷം രൂപ വരുന്ന മിഷനറികൾ നമ്മളൊരു 10 ലക്ഷം രൂപയോളം കുറച്ച് ഒരു 15 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അത് JCBയുടെ ചെറിയ ടൈപ്പിന് ഒരു 15 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്നാണ് ശ്യാമിൻ്റെ ഇപ്പോഴത്തെ. 15 ലക്ഷം രൂപ നമുക്ക് ചെറിയ ടൈപ്പിന് വില വരത്തില്ല. ഇല്ല, ചെറിയ ടൈപ്പിന് 10 ലക്ഷം രൂപ താഴെ വില വരുന്നുള്ളൂ. ഓ അത് ശരി. JCBയുടെ ചെറിയ മോഡല് ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്നാണ് ശ്യാം വിശ്വസിക്കുന്നത്, അല്ലേ? അതെ. പിന്നെ മറ്റെന്താ വിഷയമാണ്? മറ്റ് ചെറിയ ചെറിയ മെഷീനറീസ് ഒക്കെ ഉണ്ട്. അതിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു എന്തിൻ്റെ ഏതാ ഫോർ എക്സാമ്പിൾ? അത് ഈ ചെറിയ ചെറിയ ടൈല് കട്ടിങ്സിനുള്ള മെഷീനറികൾ, മറ്റുള്ള അതൊരു പൂർണ്ണമായിട്ടൊരു ആശയം ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ ശ്യാമിനെ പരിചയപ്പെടുത്തുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ആ വലിയ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ്, അത് നിങ്ങൾക്കൊരു പ്രചോദനമാകുന്നതിന് മാത്രമല്ല നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കുമെന്ന് അറിയിക്കുന്നതിനാണ്. മാത്രമല്ല ശ്യാമിൻ്റെ കഴിവുകൾ നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാം. നിങ്ങൾക്കും ഇതുപോലെ മെഷീൻസ് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലെ ഒരു യൂണിറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ ഇതുപോലെ മെഷീനറികൾ ഉണ്ടാക്കുന്ന കാര്യത്തിലുമൊക്കെ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മെഷീനറികളും അതിൻ്റെ പ്രവർത്തനത്തെയും കുറിച്ച് അതിന് കാണിക്കുന്ന ഭാഗം അടുത്തതായി ചിത്രീകരിക്കുന്നതായിരിക്കും.